ലഹരിമരുന്ന് കേസിൽ ഇപ്പോൾ പ്രശസ്തരായ ആളുകളാണ് കൂടുതൽ അറസ്റ്റിലാവുന്നത്. ഇപ്പോൾ പ്രശസ്തരായ 2 സംവിധായകർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. നമ്മുടെ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് രാത്രി 2 മണിയോട് അടുത്ത് ഈ കൊച്ചിയിൽ ഒരു ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സംവിധായകർ പിടിയിലായിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് കൊച്ചിയിൽ ഒരു ഫ്ളാറ്റിൽ നിന്ന് എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഇവരിൽ നിന്ന് പിടികൂടിയത്. 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിക്കുകയും അതിനനുസരിച്ച് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ അല്പസമയം മുമ്പ് കൊച്ചിയിലുള്ള എക്സൈസിന്റെ ഓഫീസിലെത്തി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവർ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരിക്കുന്നു. പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ഏറെ നാളുകളായി ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസും പോലീസും നടത്തുന്ന വിവിധ ഓപ്പറേഷനുകൾ അതിന്റെ ഭാഗമായി സിനിമാ മേഖലയിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുന്നു എന്നതുൾപ്പെടെ ഏറ്റവും പ്രധാനമായി ഇതോടൊപ്പം കാണേണ്ടതാണ്. ഖാലിദ് റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ ജിംഖാന ഇപ്പൊ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അഭിപ്രായമുള്ള പടമാണ്. അതിന്റെ സംവിധായകനാണ്. അഷ്റഫ് ഹംസ എന്ന് പറയുന്നത് തമാശ, ഭീമന്റെ വഴി, ഈ 2 ഹിറ്റ് പടങ്ങളുടെയും സംവിധായകനാണ്. ഈ ഖാലിദ് റഹ്മാൻ ഇതിനു മുന്നേ തല്ലുമാല, ഉണ്ട, എല്ലാ പടങ്ങളും നല്ല ഹിറ്റും നല്ല അഭിപ്രായമൊക്കെ വീണ പടങ്ങളാട്ടോ. ഇത്രയും പ്രശസ്തരായ 2 സംവിധായകരാണ് കഞ്ചാവ് കേസിൽ, ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കും. ഇതിൽ നമ്മുടെ പഴയ ഛായാഗ്രാഹകൻ സമീർ താഹ, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ഓൾറെഡി എക്സൈസ് നിരീക്ഷണത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചാണ് ഇപ്പോൾ അവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഷാലിദ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഇവർക്ക് ഈ കഞ്ചാവ് സപ്ലൈ ചെയ്ത ആളാണ്. അവിടെ റൂമിൽ ഇവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ കൂടി ഇന്നലെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാർത്ത മുഴുവൻ മനോരമ ന്യൂസാണ് ആദ്യം പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും നല്ല വാർത്തയാട്ടോ, നല്ല രസകരമായ വാർത്തയാണ്. ആദ്യം നടന്മാരായിരുന്നു കുറച്ചു കാലം എല്ലാവരും കണ്ണിൽ. ഇപ്പോൾ സിനിമാ മേഖല മുഴുവൻ ഈ എന്താ പറയുക, കഞ്ചാവും മയക്കുമരുന്നൊക്കെ MDMA ഒക്കെ കയറി അങ്ങോട്ട് വിലസാണ്. ഇത് പറയാനുള്ളത് എന്താണെന്ന് പറയുക, ഇത് സമൂഹത്തിൽ ഭയങ്കര മാതൃകയാട്ടോ. കാരണം ആദ്യമൊക്കെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടോ? അപ്പോൾ ഇതിനൊന്നും ഒരു ബ്രാൻഡ് അംബാസഡറിൻ്റെ ആവശ്യമില്ല. ഫുള്ള് നല്ല നടന്മാരും സംവിധായകരൊക്കെയാണ് അറസ്റ്റ് ആവുന്നത്. നല്ല പ്രചോദനം, സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് ഇത് നൽകുന്നതും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ആരാധകരുടെ മൂത്തുള്ള ആളുകളൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കാതിരിക്കും. ഇപ്പോൾ ഒരു സിനിമ ഇൻസ്പിറേഷൻ ആവുമെന്ന് പറയുന്നുണ്ട്. പുണ്യമന്ത്രി ഒരു പടം ഇറങ്ങിയപ്പോൾ ഇവിടെ വെട്ടും കൊലയൊക്കെ അതിൻ്റെ പേരിലാണ്, അത് ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളം കൂട്ടി നടന്നൊരു സമൂഹമുണ്ട്. ഇപ്പോൾ ഈ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രശസ്തരായ കുറേ നടന്മാരുണ്ട്. ഇപ്പോൾ ഞാനീ പറയുന്ന ഈ പേര് വന്നിരിക്കുന്ന നടന്മാരെ തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. അപ്പോൾ അവരെ അറസ്റ്റിൽ അവർക്ക് തിരിച്ചു പറയാൻ പല കാരണങ്ങളുണ്ടാവും. ഇതിൽ പുറത്ത് പേര് വരാത്ത കുറേ നടന്മാരുണ്ട് സിനിമാ മേഖലയിലൊക്കെ. ഈ കഞ്ചാവും MDMA ഒക്കെ അടിച്ച് വർക്ക് ചെയ്യുന്ന ഈ പുറത്ത് വരുന്ന പേരുകളല്ലാതെ കുറേ നടന്മാരുണ്ട് എന്നുള്ള ഇൻഡസ്ട്രിയിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ തെളിവായിട്ടാണ് ഇപ്പോൾ ഈ സംവിധായകരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിപ്പോൾ അറസ്റ്റിലായി അവർ ഓൾറെഡി ജാമ്യത്തിൽ ഇറങ്ങിയെന്നാണ് അറിയാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും വലിയ നിലനിൽപ്പും കാര്യങ്ങളൊന്നുമില്ല. അന്വേഷണം എവിടെ എത്തുന്നുള്ളത് അറിയില്ല. ഇപ്പം അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ ഉഷാറായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും മാതൃകയായിട്ട് തന്നെ സമൂഹം മുന്നോട്ട് പോകുന്നതും നല്ല രീതിയിലാണ്. എല്ലാവരുടെയും കാഴ്ചപ്പാടുകളും ചിന്തകളും. ഇപ്പോൾ സാധാരണ ലഹരിയൊന്നും കിട്ടിയാൽ പോരാ ആൾക്കാർക്ക്, അതിന് മുകളിൽ എന്തൊക്കെയോ ലഹരികൾ പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. എന്തായാലും അത്രത്തോളം പടങ്ങൾ ഇവരുടെയൊക്കെ ഭയങ്കര കളർഫുള്ളാട്ടോ. ഇത്രയും കളർ ടോണുള്ള പടങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. തല്ലുമാലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ പ്രത്യേകത പറയുന്നത് തന്നെ ഭയങ്കര കളർഫുള്ളാണ്. അത്രയും വലിയൊരു തോട്ട്. ചിലപ്പോൾ ഇതിങ്ങനെ അടിച്ചിങ്ങനെ ആകാശം നോക്കി ഇരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന പിക്ചറുകളാവുന്നപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടൊക്കെ എനിക്കൊന്ന് ഭയങ്കര കല ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എല്ലാ സംവിധായകർക്കും. നടന്മാരൊക്കെ ഏത് വിധത്തിൽ അഭിനയിക്കും, കാരണം ഇതൊക്കെ അടിച്ച് ഫിറ്റായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ എല്ലാവരോടും പറയാനൊന്നേ ഉള്ളൂ, എപ്പോഴും ഈ അറസ്റ്റിലാവുന്ന പ്രശസ്തരുടെ പേരിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ പലർക്കും മാതൃകയാവുന്നുണ്ട്. അതൊക്കെ പറയാൻ പറ്റുള്ളൂ. മാതൃകയാവുന്ന ആളുകളാണ്, പ്രചോദനമാവുന്നുണ്ട്. പുതിയ തലമുറ നന്നായിട്ട് തന്നെ വഴിതെറ്റുന്നുണ്ട്. ഇത് മുന്നോട്ട് പോകുന്തോറും കൂടുതൽ വിപത്തിലേക്ക് പോകുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളറകളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം.
ശരിയായി അറസ്റ്റിലാവേണ്ട ആളുകളെ നിങ്ങൾ തേടി ചെല്ലണം, അവരെ അറസ്റ്റ് ചെയ്യണം, സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതൊക്കെ കുറേ തുടച്ചു നീക്കാൻ നമുക്ക് പറ്റണം. ഇങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഇവരൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ആ സമയത്ത് തന്നെ കൊണ്ടാക്കി അതിനുള്ള പ്രതീതി കാണാനുള്ള മാർഗം കൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫലവത്താവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത് അറസ്റ്റിലാക്കി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ ജാമ്യത്തിലിറക്കി നേരെ വിട്ടു, ഇതിലൊക്കെ എന്തുണ്ടാവാനാണ്? ഒന്നും നടക്കുന്നില്ല. ഇത് കുറേ മെസ്സേജുകൾ സമൂഹത്തിലേക്ക് പോകുന്നുണ്ടെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.